നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത എം.എൽ.എയുമായ രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി ചെന്നിത്തല ഗുരുവായൂരിൽ പറഞ്ഞു. ഇന്നു പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയുണ്ടാകണമെന്നും ചെന്നിത്തല അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം സതീശന് ആശംസകളും നേർന്നു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രിസഭയിൽ ആരു വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. 10 വർഷത്തെ ഇടതു ദുർഭരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് ജനവിധി എന്നും UDF പ്രവർത്തകർ സതീശനോടൊപ്പം ഉണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദർശനത്തിനു ശേഷം ട്രെയിൻ മാർഗം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഗുരുവായൂരിലെത്തിയ ചെന്നിത്തല ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110.64 രൂപയാണ് വില. ഡീസലിന് 99.41 രൂപയും പവർ പെട്രോളിന് 120.72 രൂപയുമാണ് നിലവിലെ വില. മെയ് 15-ന് വില വർദ്ധിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ മെയ് 15-ന് മുമ്പ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും വർധനവുണ്ടായേക്കാം. 4 വർഷത്തിനിടെ ആദ്യമായാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാവുന്നത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് $126 ഉയർന്നതിനെ തുടർന്നാണ് പ്രതിസന്ധി രൂക്ഷമായത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പുന്നയൂർകുളത്ത് UDF ആഹ്ലാദ പ്രകടനം നടത്തി. പുന്നയൂർകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ UDF ചെയർമാൻ P.P. ബാബു, മുതിർന്ന നേതാവ് P. ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ഹസൻ എന്നിവർക്ക് മധുരം നൽകി. തുടർന്ന് പ്രവർത്തകർ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ ചുറ്റി കുന്നത്തൂരിൽ സമാപിച്ചു. നേതാക്കളായ P.P. ബാബു, T.K. ഹസൻ, മൂസ ആലത്തയിൽ, P. രാജൻ, അബൂബക്കർ കുന്നക്കാടൻ, K.P. ധർമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ മണ്ഡലം, ബ്ലോക്ക് നേതാക്കൾ, മഹിളാ നേതാക്കൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ടാൻസാനിയയിൽ വാഹനാപകടത്തിൽ പോർക്കുളം സ്വദേശിയായ യുവാവ് മരിച്ചു. പോർക്കുളം വില്ലേജിന് സമീപം കോതോട്ട് വീട്ടിൽ പരേതനായ ജയരാജിന്റെ മകൻ കണ്ണൻ എന്ന തേജസാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. മെയ് 8-നായിരുന്നു അപകടം. തേജസ് സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ മറ്റ് രാജ്യക്കാരായ 4 പേരും മരിച്ചിരുന്നു. തേജസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തിച്ച് സംസ്കാരം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷീബയാണ് മാതാവ്, ശ്രീലക്ഷ്മി സഹോദരിയാണ്. കാട്ടാക്കമ്പാൽ ഗ്രാമപഞ്ചായത്തിനെ തിമിര വിമുക്ത പഞ്ചായത്തായി മാറ്റാൻ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാഴ്ച 2026-ന് മെയ് 17-ന് തുടക്കം കുറിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അറിയിച്ചു. കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കാഴ്ച തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിക്കും. തുടർന്ന് എല്ലാ വാർഡുകളിലും
വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർ അതാത് വാർഡ് മെമ്പർമാരെ ബന്ധപ്പെടണമെന്നും വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ് എന്നിവർ അറിയിച്ചു. വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ സൗജന്യമായി ക്യാമ്പിൽ പരിശോധിക്കും. പഞ്ചായത്തിൽ 2000-ഓളം പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്ന വിധത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.